നമസ്കാരം, ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി നിതിൻ. നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും പിന്നെ കേക്കിൻ്റെ ടൂൾസ് ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായ ലെച്ചസ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനെ 3 മിൽക്ക് കേക്ക് എന്നും പറയും. ഇത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധാ കേക്കിൻ്റെ പേര് ഓരോ ലെയറായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓരോ ലെയറിലും ക്രീം അങ്ങനെ തേച്ച് വെച്ച് അത് നല്ല ഫിനിഷിങ് ആക്കിയെടുക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല. മറ്റ് ടൂൾസുകളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പ ഒരു പാത്രം എടുത്ത ശേഷം അതിലോട്ട് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ തന്നെ എടുത്താലും മതി. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് വയ്ക്കുക. ഒരു 3 തവണയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അങ്ങനെ 3 വട്ടം ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം 2 മുട്ട എടുത്തിട്ട് അതിൻ്റെ മഞ്ഞക്കരും പിന്നെ വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രങ്ങൾ നല്ല ക്ലീൻ ആയിരിക്കണം. മാത്രമല്ല അതിൽ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് വേണം നമ്മളിങ്ങനെ രണ്ടും കൂടിയിട്ട് മാറ്റി വേർതിരിച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം എടുക്കുമ്പോൾ അതിലൊരു തുണ്ട് പോലും മഞ്ഞ പെടാണ്ട് വേണം നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരുവിലോട്ട് പോവാം. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മഞ്ഞക്കരുവിലോട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പൊടിക്കാത്ത 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോക്കോ അങ്ങനെ വെച്ചിട്ട് ഈ മുട്ട നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിലാവണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ സമയത്ത് അത് അലിഞ്ഞ് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് നേരം നമുക്കിങ്ങനെ ഈ ഒരു വിസ്ക് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫോക്ക ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ അടിച്ചെടുക്കേണ്ടി വരും. അതെല്ലാം നമ്മൾ പൊടിച്ചിട്ട് ചേർക്കുന്നത് വെച്ചാൽ എളുപ്പത്തിൽ തന്നെ ആ മുട്ടയായിട്ട് അത് യോജിച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ 3 ടേബിൾ സ്പൂൺ ഒന്ന് പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ ആയി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാക്കറ്റ് പാലുണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി. അപ്പോൾ ആ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പഞ്ചസാര മുഴുവനോട് ചേർക്കുകയാണെങ്കിൽ അത് അലിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതോടുകൂടി പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് നേരത്തെ തന്നെ അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടില്ലേ ആ മൈദയുടെ ആ കൂട്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പയ്യെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് മൈദ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 3-4 തവണയായിട്ട് കുറേശ്ശെ മൈദ ചേർത്ത് കൊടുത്ത് ഇത് പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേശ്ശെയായിട്ട് മൈദ നമ്മൾ ചേർത്ത് കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഒതൻറ്റിക്കായിട്ട് നമ്മുടെ ഈ ലെച്ചസ് കേക്ക് ഉണ്ടാക്കുന്നത് ഈ എഗ്ഗിൻ്റെ മഞ്ഞയും വെള്ളയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ഒഴിച്ചു കൊടുക്കുക. അത് ആ മുട്ടയുടെ മണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സമയത്ത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയായിട്ടപ്പോൾ നമ്മൾ ചേർക്കുന്നത്. അതിനുശേഷം വിസ്കോ അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ട് ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ട് തന്നെ പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു ക്രീമിൻ്റെ രൂപത്തിലാണ് വരുന്നത്. നന്നായിട്ട് തന്നെ പതപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് വിസ്കാണുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ടായാലും ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്ററിനേക്കാളും കുറച്ചും കൂടി സമയം കൂടുതൽ എടുക്കുന്നുള്ളൂ. അത് വെച്ചിട്ടായാലും ചെയ്യാം. അപ്പോൾ മുട്ടയുടെ വെള്ളം ഇതുപോലെ ആവണ വരെ നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഇപ്പോൾ പാത്രം കമഴ്ത്തി പിടിച്ചാലും ഇത് നിലത്തൊന്നും വീഴില്ല. ആ ഒരു രൂപത്തിലാവണ വരെ നമ്മളിത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്കിത് വിപ്പ് ക്രീമിൻ്റെ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് മാറ്റി വയ്ക്കാം നമുക്ക്.
അപ്പോൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കുറച്ചും കൂടി ഈസിയാണ് ബീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ച് ഈ മുട്ടയുടെ വെള്ള നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ മഞ്ഞയില്ലേ അതിലോട്ട് കുറേശ്ശെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് ഒറ്റയടിക്ക് തട്ടരുത്, ഒരു 3-4 വട്ടമായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് പയ്യെ ഒന്ന് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം പതുക്കെയാണ് ചെയ്യേണ്ടതെന്ന്. നല്ല സ്പീഡിലൊന്ന് നമ്മൾ വേഗത്തിൽ ഇങ്ങനെ നമ്മൾ കുത്തി ഇളക്കി ആകെ ഇതാക്കി എടുക്കരുത്. പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ മുട്ടയുടെ വെള്ളയും നമ്മൾ ഈ മൈദയും മുട്ടയുടെ മഞ്ഞയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ കൂട്ടിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാനായിട്ട് നമ്മളിവിടെ കുക്കറാണ് എടുക്കുന്നത്. ആ കുക്കർ ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ മുട്ടയുടെ വെള്ളയും ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം പതുക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് നമ്മളിത് മിക്സ് ആക്കി എടുക്കണ്ട. ഇത് എല്ലായിടത്തും നന്നായിട്ട് യോജിച്ചു എന്ന് കാണുമ്പോൾ മിക്സായി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ നിർത്താം. പിന്നെയും ആക്കിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണ്ട. പിന്നെ ഈ ബാറ്റർ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതുപോലത്തെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇതുപോലെ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതങ്ങനെ കട്ട് ചെയ്യാണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ മാത്രമായിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്താലും മതി. അതിലോട്ട് മുഴുവനായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ പാത്രം അതായത് ബേക്ക് ചെയ്യാൻ ഉപയോഗിച്ച ഈ പാത്രം ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചതാണ്. ബാറ്ററൊക്കെ റെഡിയാക്കണേറ്റ് മുന്നേ തന്നെ നമ്മൾ ഈ പാത്രം ബേക്കിംഗ് പേപ്പറോ അല്ലെങ്കിൽ എന്താണെങ്കിൽ ഓയിലൊക്കെ തടവിയിട്ട് റെഡിയാക്കി വെക്കണം. അല്ലാതെ ബാറ്റർ റെഡിയായതിന് ശേഷം പാത്രം റെഡിയാക്കാൻ പോകരുത്. ഇനി ബാറ്ററിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പയ്യെ ഒന്ന് തട്ടിയിട്ട് ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് ഓവനൊന്നും ഇല്ലാണ്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് കുക്കറാണ്. കുക്കർ തന്നെ എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. ചൂടുകട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. അതിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്ത് നമ്മളത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ബാറ്റർ ഇറക്കി വയ്ക്കാനായിട്ട്. അപ്പം അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് കുക്കറിലോട്ട് നമ്മളിപ്പോൾ ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ കൈയൊന്നും നമ്മൾ ആ കുക്കറിൽ ആ പാത്രത്തിലാവാണ്ട് ശ്രദ്ധിക്കുക. കാരണം ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൈയൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ കുക്കറാണ് എടുക്കണമെങ്കിൽ കുക്കറിൻ്റെ വാഷറും പിന്നെ നമ്മൾ വെയിറ്റും ഇടാതെ വേണം നമ്മൾ അടച്ചു കൊടുക്കാനായിട്ട്. ഇനി ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പ് ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അത് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. വിസ്ക് ഉപയോഗിച്ചിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ സമയം എടുക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി എളുപ്പം നമുക്ക് ബീറ്റർ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഫ്രീസറിൽ നിന്ന് കുറച്ച് മണിക്കൂറുകൾ മുന്നേ തന്നെ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഇത് ഓയിലിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല തണവുണ്ട്, അല്ലാതെ കട്ടയായിട്ടൊന്നല്ല ഇരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഐസിൽ ഈ പാത്രം ഇറക്കി വെക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ലാണ്ട് തന്നെ ബീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം കിട്ടും. അപ്പോൾ ആദ്യം സ്ലോവിലും പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് നമ്മളിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിവോയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഇതുപോലെ സ്റ്റിഫ് ആകുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി പാത്രം നേരെ കമഴ്ത്തി പിടിച്ചാലൊന്നും ഈ ക്രീം നിലത്ത് വീഴില്ല. അതുപോലെ ആയി കിട്ടണം നമുക്ക്. ഇനി വിപ്പ് ക്രീം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പും പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കൂടാതെ തന്നെ ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കണം. അതും ഒരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുത്ത പാലാണ്. അതൊരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് 3 മിൽക്ക് കേക്ക് എന്നും കൂടി പറയുന്നത്. ഇനി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് നന്നായി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ഒരു 24 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനും പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ കേക്ക് വേകാൻ എടുക്കുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. നമ്മളിവിടെ ഓൾറെഡി കുത്തി നോക്കിയതാണ്. അന്ന് നിങ്ങൾക്കായിട്ട് ഒന്നും കൂടി നമ്മൾ നടുക്കിൽ തന്നെയായിട്ട് കുത്തി നോക്കുകയാണ്. എപ്പോഴും എന്തോന്ന് അറിയാനായിട്ട് നടുക്കിൽ തന്നെയായിട്ട് കുത്തി നോക്കുക. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നേരെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കേക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതല്ല എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെച്ച ശേഷം പിന്നീട് എടുത്താൽ മതി. എന്നിട്ട് ഈ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പം ഞാൻ കുറച്ച് എളുപ്പം നോക്കിയിട്ടാണ് ഇങ്ങനെ പേപ്പറൊക്കെ, അതായത് ബേക്കിംഗ് പേപ്പറൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ മാത്രമായിട്ട് ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. നമ്മുടെ കേക്ക് കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. പടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള 3 മിൽക്കും കൂടിയിട്ട് നമുക്ക് ഇതിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, അതായത് ഇത് വെച്ച് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കാനായിട്ട് പറ്റിയ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ബേക്ക് ചെയ്ത പാത്രത്തിൽ തന്നെയാണ് വെച്ചിട്ട് തന്നെയാണ് കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതിന് പറ്റിയിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് തന്നെ അത് വെക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാനിങ്ങനെ എടുക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു എന്നുള്ളൂ. അപ്പം നമ്മുടെ കേക്കിൻ്റെ അടിഭാഗമാണ് നമ്മൾ മുകളിൽ വരുന്നത്തക്ക രീതിയിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഫോക്കോ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൽ നന്നായിട്ട് ഇങ്ങനെ ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ പിന്നീട് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ആ മിൽക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫോക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള 3 മിൽക്കും കൂടിയിട്ടുള്ള ആ കൂട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മിൽക്കിലും കൂടി കുതിർന്നിട്ട് കേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ മുഴുവനായിട്ട് ആ മിൽക്ക് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി ഇത് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെക്കുകയാണ്. മിനിമം ഇപ്പോൾ 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക, കൂടുതൽ ഇരുന്നാലൊന്നും കുഴപ്പമില്ല. അങ്ങനെ 1 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാരണം വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മാറ്റണം നിർബന്ധമൊന്നുമില്ല. ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പ് ക്രീം ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ കേക്ക് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ വേറെ ടൂൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഇതുപോലത്തെ ഒരു നീളത്തിലുള്ള കത്തിയാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാണ് ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ വിപ്പ് ക്രീം തേച്ച് കൊടുക്കാണ്ട് നമുക്ക് ഈ കേക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ തേച്ച് കൊടുത്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവുമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് നോസിൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ആ ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നോസിലൊക്കെ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നോസിലും പിന്നെ നമ്മുടെ പൈപ്പിംഗ് ബാഗൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ക്രീമൊക്കെ നമ്മൾ ഇതുപോലെ തേച്ച് കൊടുത്ത് ഇതുപോലെ ഒരു ഇത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ കത്തി വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുത്തത്. അപ്പോൾ ഇത്രയുള്ളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ക്രീമൊക്കെ ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. വളരെ എളുപ്പമാട്ടോ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ മറ്റുള്ള കേക്ക് ഉണ്ടാക്കണ പോലെ ലെയർ ചെയ്തിട്ട് കട്ട് ചെയ്യണ്ട, പിന്നെ ഓരോ ലെയറിലും ക്രീമൊന്നും തേച്ച് കൊടുക്കണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി, അതുപോലെ തന്നെ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഈ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.